ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കൺഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ, വൈകിപ്പിക്കണ്ട കേട്ടോ, വേഗം തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് വൈകി കേട്ടോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകി. അപ്പോൾ പഠിക്കാനായിട്ട് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതേ കുറച്ച് നമ്മുടെ ഈ PSC എക്സാംസിൽ വരുന്ന മടികൾ അല്ലേ, നമുക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് വരുന്ന മടി, അതുപോലെ തന്നെ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം എല്ലാവരും മുഴുവൻ കാണാൻ നോക്കുക. ബിഗിനറായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. കൺഫർമേഷനും കാര്യങ്ങളും കൊടുക്കുക. പഠിച്ചു തുടങ്ങാത്തവർ വേഗം പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി നമുക്കധികം സമയമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പാഴാവാതെ തന്നെ വേഗം പഠിച്ച് തുടങ്ങുക കേട്ടോ. എന്നിട്ടുള്ള പഠിത്തമൊന്നും നടക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ പാലക്കാടാണ്. ചൂട് ഇവിടുത്തെ അറിയാമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പുറത്ത് വന്നിരിക്കും, അല്ലെങ്കിൽ ഹാളിലൊക്കെ വന്നിരുന്നിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. റൂമിലിരുന്നിട്ടൊക്കെ പഠിക്കലൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ടൈമിലാവുന്ന സമയത്ത് അധികം വീട്ടിലങ്ങനെ ആളുണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് ഫ്രീ ആയിരുന്ന് പഠിക്കാം, കുറച്ച് കാറ്റ് കൊണ്ടിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. ബാക്കിയുള്ള ടൈമിലൊക്കെ TV ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സും കൂടെ നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്ത് വന്നിരുന്ന് പഠിക്കാറില്ല. ഇപ്പോൾ റൂമിലാണ് ഇരുന്ന് പഠിക്കാറ്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുറത്തോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചൂടത്ത് ഇനിയുള്ള പഠിത്തം എന്നൊക്കെ പറയുന്നത് അല്ലേ, കുറച്ച് കഷ്ടമാണ്. പക്ഷെ എന്നാലും പഠിച്ചല്ലേ പറ്റൂലേ. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ജസ്റ്റ് റിവിഷൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കഴിഞ്ഞതാണ്. എന്നാലും ചുമ്മാ ഒരു ടച്ച് വിടണ്ടാലോ എന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് റിവിഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമുക്ക് എക്സാംസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ, കൺഫർമേഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരെയും അലട്ടുന്നൊരു കാര്യമാണല്ലേ ഈ മടി. അപ്പോൾ നമുക്ക് മടി എന്ന് പറയുന്ന സമയത്ത് ചില്ലറ മടിയൊന്നുമല്ല. കാരണം ഈ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഒരു ഇതില്ലാത്ത കുറേ സബ്ജക്ട്സ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനെ മടി മറികടന്നുകൊണ്ട് നമുക്ക് എങ്ങനെ PSCക്ക് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാം എന്നുള്ള ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് കുറച്ച് മടി കടക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ല, എല്ലായ്പ്പോഴും പറയും പോലെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് നോക്കിയാലോ. LDCയുടെ അല്ലേ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി. അതുപോലെ LGSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഇതൊക്കെ വന്നു തുടങ്ങി. കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കേട്ടോ. കാരണം ഞാനും ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് തന്നെയാണ്. കാരണം പഠിച്ചിട്ട് എവിടെ എത്താതെ ലാസ്റ്റ് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരാളും തന്നെയാണ് ഞാനും. ഒക്കെ LDCയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കേണ്ട. കണ്ടില്ലേ, ഇത് അടുത്ത കൺഫർമേഷൻസ് വന്നു തുടങ്ങി. ഇനി ഇതിൻ്റെ എക്സാം കഴിയുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരും, അടുത്ത കൺഫർമേഷൻ വരും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും കഴിഞ്ഞത് ആലോചിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലോട്ട് മാക്സിമം പോകാനായിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും ഒന്നിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്, ദയവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മടി മാറ്റാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മാറാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു എയിം, അതായത് നമ്മൾ ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്ന സമയത്ത് എഴുതി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരുപാട് പഠിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വലിയ വലിയ എക്സാംസിനൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ UPSCക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ റൂമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ യെല്ലോ കളറിലുള്ള പേപ്പേഴ്സ്, അതിനെന്താ പറയുക, ഷോർട്ട് നോട്ട്സ് അങ്ങനെ എന്താണോ പറയണത്, അത് നമുക്ക് ആമസോണിലും കാര്യങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുറച്ച് നമ്മളെ നമ്മളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കിടന്നെണീക്കുമ്പോഴോ കാണുന്ന രീതിയിൽ നമ്മളുടെ അടുത്ത എക്സാം ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ഏതിനാണോ പഠിക്കാനായിട്ട് പോകുന്നത് ആ ഒരു സംഭവം എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതായിരിക്കും കാണുന്നത് അല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ, അപ്പം നമ്മളിന്നത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാം ആവാറായി അല്ലേ. അതുപോലെ വേറൊരു കാര്യം എന്താണെന്നറിയോ,
നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ നമ്മുടെ എക്സാം ഉണ്ടല്ലോ, നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ പറയുക, നമുക്കിപ്പോൾ ഒരു എക്സാമിന് ഒരു 300 ദിവസമാണ് ഉള്ളതെന്ന് വെക്കുക. 300 ദിവസം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 1, 2, 3 ഇങ്ങനെ പോകുമല്ലോ നമ്മൾ. അതായത് അപ്പോൾ 300 ദിവസമുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിനി ഒരു 299 ദിവസമുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നീന്നല്ലേ നമ്മൾ പോവുക, 1, 2 ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പിന്നിലോട്ട് എണ്ണി തുടങ്ങുക. പിന്നിലോട്ട് എണ്ണി തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ 300 ഡേയ്സ് ഉണ്ട്, ഓക്കെ അതിന്ന് ഒന്ന് കുറയ്ക്കുക, ഓക്കെ 299, പിന്നെ ഒന്ന് കുറയ്ക്കുക 298. അപ്പോൾ നിങ്ങളിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ കോൺഫിഡൻസ് അത് കുറച്ചുകൂടെ കൂട്ടുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, അയ്യോ 299 ദിവസമേ ഉള്ളൂ, അല്ലേ അയ്യോ ഇനി 297 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ 1, 2 എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 299 ദിവസം ഉണ്ടല്ലോ, 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ നമ്പേഴ്സ് കുറയും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും കോൺഫിഡൻസ് കുറയുകയും നമ്പേഴ്സ് അവിടെ നമ്മൾ 299 ആ ഒരു രീതിയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ, ഞാനൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ഓക്കെ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എഴുതി വെക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് നമുക്ക് എക്സാമിന് എത്ര ദിവസമാണോ ഇനി നമ്മുടെ മുന്നിലുള്ളത് ആ ഡേയ്സ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കുക. അതുപോലെ വേറൊരു കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് ഈ ടൈമർ ഉണ്ടല്ലോ, ടൈമർ അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടൈമർ മേടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോ എവിടെയെങ്കിലും ഉള്ളൊരു ടൈമർ ഓണാക്കി വെച്ചിട്ട് ഇത്ര നേരത്തിന് ഇത്ര ടൈം എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തീർക്കാൻ 1 മണിക്കൂർ മതിയാവും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന് ഞാൻ 1 മണിക്കൂറേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വാശി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കണം എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് വരും. അപ്പോൾ ആ വാശി വരുന്ന സമയത്ത് എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മടി കുറയും. അതുപോലെ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, ഒരു 5 hours ആണ് ഒരു ദിവസം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതും വേറൊരു ഇതാണ്. അതുപോലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഈ മെമ്മറി ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ഈ കോഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും അല്ലേ. ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു നല്ല ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അത് മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണ്, എപ്പോഴും ഒരു ചെയ്യുന്ന കാര്യം എന്താണോ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിൽ സക്സസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഈ ചാർട്ട് റൂമിൽ നിന്ന് എഴുതി വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡേയ്സ് ഒന്ന് കൗണ്ട് ചെയ്യുന്നത്, അതുപോലെ ഈ കുറച്ച് രാവിലെ നേരത്തെ എണീറ്റ് നിന്ന് പഠിക്കുക, അതൊക്കെ കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അതുപോലെ ഒരാൾ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റഡ് ആക്കാനായിട്ട് നമ്മളുടെ അതിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ ഒരു PSC എക്സാമിൽ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതകളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കുറച്ചൊരു പോയിൻറ്റ്സ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഓരോ ദിവസത്തേക്കുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക. ഈ ഓരോ ദിവസത്തേക്കുള്ളതും എഴുതി വയ്ക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇന്ന ദിവസം ഇന്ന് തീർക്കും എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തീർക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം. ഓക്കെ, ഇന്ന ദിവസം ഞാൻ ഇത്ര ടോപ്പിക്ക് പഠിച്ച് തീർക്കും, ഇത് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത കാര്യം നോക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് തന്നെ ഒരു എയിം ഉണ്ടായിരിക്കണം. ഓക്കെ, അതുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സക്സസ് ആവാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എല്ലാ ടോപ്പിക്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ ടോപ്പിക്സിനും ഈ ഒരു ഇതും അതുപോലെ തന്നെ ഈ ഒരു ഇതും നോക്കട്ടെ. അതായത് എല്ലാ ടോപ്പിക്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ കുഴപ്പിക്കുന്ന ടോപ്പിക്സിന് ഒരു പടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്,
എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അതായത് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കൂടുതൽ മറ്റൊന്ന് കുറവ് എന്നിങ്ങനെ ഇല്ല. പക്ഷേ എന്നാൽ കൂടി നമ്മളെ കുഴപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സും കാര്യങ്ങളും ഉണ്ടാവില്ല. എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മാത്സിൻ്റെ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ മറികടന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് എല്ലാ ടോപ്പിക്സും എനിക്ക് ഭയങ്കര ഈസിയോ അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരാളൊന്നും അല്ല. അപ്പോൾ എനിക്കും എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ടോപ്പിക് ഏതാണെന്നുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന ടോപ്പിക്ക് എനിക്കിന്ന് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു തോട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ബാക്കി പഠിക്കാനായിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ വീക്കായിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ടോപ്പിക്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടോപ്പിക്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ കുഴപ്പിക്കുന്ന ടോപ്പിക്സിന് ഒരുപാട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പോൾ അതിന് നമ്മളെപ്പോഴും അതൊക്കെ ഈ എന്താ പറയുക, ഒരുപാട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സിൽ ഞാൻ പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം എന്താണ്, നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്, നാളെ നമ്മുടെ ഒരു റാങ്ക് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സാണ് അല്ലേ. അതായത് ഇതിനൊക്കെ കറക്റ്റ് വളരെ കുറച്ച് സിലബസ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്ക് മേടിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുട്ടി നോട്ട്സ് അല്ലേ. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോട്ട്സ് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇന്നാളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നോട്ട്സ് എഴുതി പഠിക്കേണ്ട കാര്യമില്ല, അത് നമുക്കതൊന്നും വർക്കായിട്ടില്ല എന്നുള്ള കാര്യം. ശരിയാണ് കേട്ടോ, ചില ആളുകൾക്ക് അത് വർക്കാവില്ല. ഓക്കെ, എല്ലാവർക്കും അത് വർക്കാവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എനിക്ക് വർക്കാവും, എനിക്ക് വർക്കായി. ഓക്കെ, അതായത് ഈ കുത്തിയിരുന്ന് ഈ റാങ്ക് ഫയലിലുള്ളത് മുഴുവൻ പഠിക്കുകയും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഷോർട്ട് നോട്ട്സ്, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് എഴുതി പഠിക്കുന്ന സമയത്ത് എന്താണ്, നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും കുറച്ചുകൂടെ എളുപ്പമാണല്ലേ. നമ്മളിപ്പോൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അവിടെ പോയിരുന്ന് വായിക്കാനും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വയം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ ഈ ഒരു സ്വഭാവം? അതായത് എനിക്കുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്ന് പഠിക്കുന്നത്. ഒരിക്കലും ഡോർ തുറന്ന് വെച്ചിട്ട് ഞാൻ പഠിക്കാറില്ല. അതുപോലെ ജനലും കംപ്ലീറ്റ് ഞാൻ ക്ലോസ് ചെയ്യും. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാനിരുന്ന് പഠിക്കുന്നത്. കാരണം എന്താണ്, പഠിക്കുന്ന കാര്യം പുറത്തോട്ട് ആരും കേൾക്കരുത് എന്നുള്ളത് എനിക്ക് കുറച്ച് നിർബന്ധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ പഠന രീതി. ചുമ്മാ ഇരുന്ന് വായിച്ച് പഠിക്കലല്ല എൻ്റെ പഠിക്കുന്ന രീതി. ഞാൻ ചിലപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കുപ്പിയൊക്കെ കട്ടിലിൽ വെക്കും. എന്നിട്ട് അതൊരു കുട്ടിയായിട്ട് ഞാൻ സങ്കല്പിക്കും. അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി ടേബിളിൽ എന്തെങ്കിലും എടുത്ത് വെക്കും. എന്നിട്ട് ഞാനതൊരു കുട്ടിയായിട്ട് സങ്കല്പിക്കും. എന്നിട്ട് ആ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇന്നത് ഇങ്ങനെയാണ്, മനസ്സിലായോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വയം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ അറിയോ, നമ്മൾ സ്വയം പഠിക്കുക മാത്രമല്ല നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഉള്ള കാര്യം നമ്മൾ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലോട്ട് നമുക്ക് അത് പതിയും. അതായത് നമ്മളെ തന്നെ മനസ്സിലായോ, അതിനടുത്തത് എന്താണ്, ഇത് അറിയുന്നുണ്ടോ, അതങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് അത് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ അറിയുമോ, നമുക്ക് ബോറടിക്കില്ല. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയാണ് അതിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണും അടച്ച് ഇരുന്നവിടെ നിന്ന് എഴുന്നേൽക്കാതെ നമ്മളിരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ പലരും നടന്നൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനും നടന്നൊക്കെ പഠിക്കാറുണ്ട്. ഈ നടന്നൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കും, അല്ലെങ്കിൽ കുപ്പിയോ എന്തെങ്കിലും ബുക്കോ ഒക്കെ അങ്ങനെ വെച്ചിട്ട് അതൊരു കുട്ടിയായിട്ട് ഞാൻ സങ്കല്പിക്കും. എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലപ്പോഴും അത് ചെയ്ത് നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർ, ഓൺലൈൻ സംഭവങ്ങളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണമെന്നില്ല. ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ട്രിക്സ് ഉണ്ടാവുമല്ലോ. ട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് നിൽക്കാനായിട്ട് നമ്മൾ
നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് നിൽക്കാനായിട്ട് നമ്മൾ അതായത് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയില്ലേ, JCB ജയലളിതയെ കൊണ്ടുപോകാൻ MGR JCBയിൽ വന്നു എന്നൊക്കെ പണ്ട് നമ്മളുടെ ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ അങ്ങനത്തെ കോഡുകളൊക്കെ ഉണ്ടാവില്ലേ. അതൊരിക്കലും മറ്റൊരാളുടെ കോഡ് ഉണ്ടാക്കാതെ നമ്മളുടെ സ്വയമായിട്ട് നമ്മൾ കോഡ് ഉണ്ടാക്കുക. അതായത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് വർഷങ്ങൾ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വർഷങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നത്, വർഷങ്ങൾ അതുപോലെ തന്നെ മലയാളം ഇതൊക്കെ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയ നല്ലൊരു ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, അതായത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ട്രിക്സ് ഉണ്ടാക്കി വയ്ക്കുക. ട്രിക്സ് ഉണ്ടാക്കി വയ്ക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമ്മളുടെ മൊബൈലല്ല, നമ്മൾ നോട്ട്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ നോട്ട്സ് അതൊന്നും മറ്റുള്ളവരെടുത്ത് വായിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല അല്ലേ. നമ്മൾ കമ്പൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിലൊക്കെയാണ് നമ്മുടെ നോട്ട്സ് മറ്റുള്ളവർ കാണുള്ളൂ. അപ്പോൾ ഇതൊന്നും മറ്റുള്ളവർ കാണേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള നോട്ട്സ്, ഇങ്ങനെയുള്ള ട്രിക്സ് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സംഭവങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്യുക. നമുക്ക് എന്തായാലും കിട്ടും. എങ്ങനെയെങ്കിലുമൊക്കെ ഇതിന് ലിങ്ക് ചെയ്യാനോ അതിൻ്റെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ അത് എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ചില സംഭവങ്ങളൊക്കെ പുറത്തുള്ളവർ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ചിരിച്ച് ചാവും അവർ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ നോട്ട്സിൽ നമ്മൾ എഴുതി വയ്ക്കും. മറ്റാരും വായിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എഴുതി വയ്ക്കുക. എൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ. ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാറുമില്ല. എൻ്റെ സംഭവങ്ങൾ ഞാൻ വേറൊരാളുടെ നിന്ന് എടുക്കാറുമില്ല. കാരണം മറ്റൊരാൾ ചെയ്ത് വെച്ചത് നമ്മൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ സ്വയം ട്രിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? അടുത്തത് പറഞ്ഞ പോലെ തന്നെ കുഴപ്പിക്കുന്ന ടോപ്പിക്സിന് ഒരുപടി കൂടുതൽ, പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടെന്ന് തോന്നിയവയ്ക്ക് ഒരുപടി കൂടുതൽ. ഈ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതിലേതെങ്കിലും തന്നെയായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലേതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ 4 ടോപ്പിക്സ് ടോട്ടൽ 50 മാർക്കിനാണ് ഇത് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രാവിലെയുള്ള പഠനം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഹെൽപ്ഫുൾ ആവുക എന്നറിയോ? അതായത് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഫ്രഷ് മൈൻഡായിരിക്കും അല്ലേ. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ അന്നത്തെ പ്രശ്നങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അന്നത്തെ പ്രശ്നങ്ങളൊക്കെ രാവിലെ ആയതുകൊണ്ട് തുടങ്ങാനൊക്കെ പോകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ നേരത്തുള്ള ആ ഒരു പഠനം ശീലമാക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പോയി മുഖം കഴുകുക. കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക. ചിലപ്പോൾ അത്ര നേരത്തെ കുളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. വീട്ടിൽ എന്താ പറയുക, ഹൗസ് വൈഫ്സും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്ട്രെസ്ഡ് ആവും, നമുക്ക് അന്നത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് അല്ലാതെ അതിന് മുമ്പ് എഴുന്നേറ്റ് പഠിക്കാനായിട്ട് നോക്കുക. ഒന്ന് മുഖമൊക്കെ കഴുകി നമ്മൾ ആ ഒരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് നമ്മളൊന്ന് ഇരുന്ന് പഠിച്ച് നോക്കൂ. ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് മെമ്മറൈസ് ചെയ്ത് വെക്കാനും നമുക്ക് അത് ഓർത്തെടുക്കാനും നമുക്ക് നന്നായിട്ട് പറ്റും. ഓക്കെ, അത് എന്താ പറയുക, ഒരുപാട് പഠിച്ച് വിജയിച്ച ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ രാവിലെ നേരത്തെ പഠനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അത് നല്ലതായിരിക്കും. എനിക്കും അത് അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് നേരത്തെ എണീച്ച് പഠിക്കുന്ന ഒരാളല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരത്തെ എണീറ്റ് പഠിക്കാനൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ രാവിലെ എപ്പോഴാണോ ആ സമയത്ത് എഴുന്നേൽക്കുക, പഠിക്കുക, നോക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും പഠിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ PSC എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും ഉറക്കവും ഫുഡും നമ്മൾ നന്നായിട്ട് നോക്കണം. ഒരിക്കലും ഉറക്കം ഒഴിച്ചും ഭക്ഷണവും ഇല്ലാതെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കരുത്. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഞാൻ എൻ്റെ LECയുടെ സ്റ്റോറി പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൽ ഞാൻ പറയുന്നില്ലേ, എൻ്റെ ഉറക്കം, എൻ്റെ ഫുഡ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ഉറക്കം എൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ലേ 2-3 മണി വരെയൊക്കെ 2-2:30-3 മണി വരെയൊക്കെ ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ട് പുലർച്ചയ്ക്ക്. അതുപോലെ ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കും. അതായത് ഇപ്പോൾ ചില സമയത്ത് ഇരുന്ന് പഠിക്കുന്നത് ഒരു 6 to 3 ആ ഒരു ടൈം വരെ. ഇടയിൽ ബ്രേക്ക് എടുക്കും, കഴിക്കാനും ഇടയ്ക്ക് വാഷ്റൂം പോകാനൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കുമെങ്കിലും എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കും. അപ്പോൾ പഠിക്കുന്ന ടൈമിൽ അത് അവസാനം കിട്ടിയുമില്ല. പിന്നെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, ആ ഒരു റൂട്ട് അത് മാറിപ്പോയി. കാരണം എനിക്ക് കുറേ ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 മന്തോളം എനിക്ക് പുലർച്ചെ 2-3 മണിയാവാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറി. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഒരുപാട്
സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ ഞാനൊരു ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് 10-12 മണി വരെ കിടന്നുറങ്ങിയാലും നമുക്ക് വിഷയമില്ല. പക്ഷെ നമ്മളൊരു മാരീഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു 10 മണി വരെ ഒന്നും നമുക്ക് ഈവൻ 8 മണി വരെ പോലും കിടന്നുറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സ് നമ്മളെ അതിന് സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായി, എനിക്ക് ഭയങ്കര ടയേർഡ് ആവാൻ തുടങ്ങി. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഉറക്കമില്ലാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകൾ എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞു. എക്സാമിൻ്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായ സമയത്ത് ഇതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും മനസ്സിൽ വേട്ടയാടിയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. കാരണം ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. റിവിഷൻ്റെ കുറവാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാണ്ടാണ്. മാക്സിമം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിന് അതൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബോഡി ടോർച്ചർ ചെയ്തിട്ട് പഠിക്കാതിരിക്കുക. ഓക്കെ, പലരും പലതും പറയും, അത്ര നേരത്തെ എഴുന്നേൽക്കണം, ഇത്ര വൈകി കിടക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ ബോഡിയെ ടോർച്ചർ ചെയ്യുക, നമ്മുടെ ഫുഡ് നമ്മൾ മാറ്റുക, അതുപോലെ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഫുഡ് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയോ? അതായത് ആവശ്യമുള്ളത് കഴിക്കുക. ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ ഇതായിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാനുള്ള രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുക, ഫുഡ് കഴിക്കുക. മികച്ചതാക്കാനായിട്ട് നമ്മുടെ ഫുഡിനും ഒരു പരിധിവരെ നമ്മുടെ കാര്യത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഫുഡ് നന്നായി കഴിക്കുക. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ അറിയോ? നമ്മൾ ഈ ഹെവി ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കാതിരിക്കുക. അതായത് രാവിലെ നേരമൊക്കെ നമ്മൾ ഒരു 5-8 ദോശയൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഒരു 6-9 ഇഡ്ഡലിയൊക്കെ കഴിക്കുക. അതായത് വയറ് ഫുള്ളായി കഴിച്ചിട്ടിരുന്ന് പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ആവശ്യത്തിന് കഴിക്കുക, എന്നാൽ കുറയാനോട്ട് പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ ഫുഡിൻ്റെ കാര്യം കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഉറക്കം ഒരിക്കലും കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്തിനെ ബാധിക്കും. അതൊരിക്കലും ചെയ്യാതിരിക്കുക. അടുത്ത കാര്യമാണ് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നൊരു ഏരിയയാണ് ഈ ഗവൺമെൻറ് ജോബ് പാരൻസും റിലേറ്റീവ്സും ഉള്ളൊരു ഫാമിലി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർ, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇത് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബ് പാരൻസും റിലേറ്റീവ്സും ഉള്ള ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് പ്രഷർ അധികമായിരിക്കും. പ്രഷർ അധികം എന്ന് പറയാൻ കാരണം എന്താണ്? എൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലും ഒരുപാട് ഗവൺമെൻറ്റിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. റിലേറ്റീവ്സ്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കുറച്ച് അധികമാണ്. അതായത് എൻ്റെ വീട്ടിലത്തെ കാര്യം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞതും മോളെ എന്ത് ചെയ്യുന്നു, നമ്മുടെ എംകോമിന് പോകണോ, അല്ലെങ്കിൽ പി ജിക്ക് പോകണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണോ, ഒന്നുമല്ല എൻ്റെ അച്ഛൻ ചോദിച്ചത്. എൻ്റെ അച്ഛൻ ചോദിച്ചത് ഏത് കോച്ചിങ് സെൻറ്ററിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അച്ഛൻ ചോദിച്ചത്. PSCയുടെ കാര്യം അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കത് പുതുമയായിട്ടൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ അറിയായിരുന്നു എൻ്റെ വഴി ലാസ്റ്റ് ഇത് തന്നെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം എന്താണ്? നമ്മുടെ ഫാമിലിയിലുള്ള അതിൻ്റെ ഒരു പ്രഷറാണ് നമുക്ക്. ഒരു സമയത്ത് ഇത് നോക്കുന്ന സമയത്ത് നമുക്കിത് നല്ലതുമാണ്. അതായത് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് ഇത് നല്ലതുമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്കിത് പ്രഷറുമാണ്. ആൾക്കാരെ 2 വിഭാഗത്തിൽ ഇത് ബാധിക്കും. അപ്പോൾ എനിക്കെന്ന് പറയണത് എനിക്ക് പലപ്പോഴും ഇത് എൻ്റെ നല്ലതിനല്ലേ, ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ. പക്ഷേ എന്നെ ഒരുപാട് പ്രഷർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും എനിക്കുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെൻറ് ജോബും കാര്യങ്ങളും വേണം എന്നുള്ളത് എനിക്കുള്ളിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക, ജീവിത രീതിയും അവരുടെ ആ ഒരു സെറ്റിലായിട്ടുള്ള ആ ഒരു ലൈഫും അവർക്ക് എന്താ പറയുക, 4 ആളുടെ ഇടയിൽ കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും ഒക്കെ അങ്ങനെ കാണുന്ന സമയത്ത് അതൊരു അതിൻ്റെ പേരിൽ വന്നൊരു ഇഷ്ടത്തിൻ്റെ പുറകെയാണ് ഞാനിതിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെന്ന് പറയുന്ന സമയത്ത് എനിക്ക് അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിൽ വന്നതാണ്. പക്ഷെ എന്നാലും ഇത് അടിച്ചേൽപ്പിച്ചിട്ട് കിട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതിലേക്ക് ജോലി കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പിന്നെ പലരും അച്ഛനും അമ്മയും നല്ല ജോലിയിലാണ് നിൽക്കുന്നത്, മകൾ മാത്രം എന്താ ഇങ്ങനെയായത്, അല്ലെങ്കിൽ മോൻ മാത്രം എന്താ ഇങ്ങനെയായതെന്നുള്ളൊരു നാണക്കേട് സഹിക്കാൻ വയ്യാതെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഗവൺമെൻറ് ജോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയിലുള്ള അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോബുള്ള വീട്ടിലെ ആളുകളും ഇതുപോലെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനുമാണ്. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്കൊരു പ്രഷറുമാണത്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഒരു പെട്ടെന്ന് തന്നെ ഒരു ജോബിൽ കയറാനുള്ള ഒരാളുടെ ക്വാളിറ്റീസ്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ
പൊസിഷനിലെത്താനുമായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കിടന്നെണീക്കുന്ന അവിടെ തന്നെ എഴുതി വെക്കുക, അതുപോലെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളല്ലേ, ടൈമർ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക, അതൊക്കെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് വിചാരിച്ചാൽ നേരത്തെ തന്നെ നമുക്ക് ജോലിയിലെത്താനും കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പറ്റുന്നുള്ളത് ഇതാണ്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താ അറിയോ, ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല എന്നാലും ഞാൻ പറയാം, ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ ഫിലിമിലൊക്കെ പറയുന്ന പോലെ ക്ഷമ വേണം, സമയമെടുക്കും അല്ലേ, ആ ഒരു സംഭവം തന്നെയാണ് എനിക്കിതിലും പറയാനുള്ളത്. നല്ല രീതിയിൽ ടൈം എടുക്കും. ഓക്കെ, നമുക്കൊരിക്കലും പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കൊണ്ട് കിട്ടുന്ന ഒരു സാധനമൊന്നും അല്ല PSC അല്ല. ഇപ്പോഴത്തെ PSCയുടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സമയം എടുക്കും. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്, അല്ലെങ്കിൽ എന്താ പറയുക, അടുത്തത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകാനായിട്ട് നമ്മൾക്ക് പറ്റിയിരിക്കണം. അല്ലാതെ നമ്മൾ ഒന്ന് കഴിയുമ്പോഴേക്കും തീർന്നു ഇനിയില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നിർത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ചൊരു സക്സസ്സിലോട്ട് നമുക്കൊരിക്കലും എത്താനായിട്ട് നമുക്ക് പറ്റില്ല. ഇതൊരു മോട്ടിവേഷനായിട്ടൊന്നും പറയുന്ന കാര്യമൊന്നുമല്ല, എന്നാലും ഒരു റിയൽ ഫാക്റ്റാണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലരും പഠിത്തം നിർത്തി പോയിട്ടുള്ളവരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അടുത്ത ഒരു എക്സാം കഴിഞ്ഞപ്പോഴേക്കും LDC കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് വന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കാര്യങ്ങൾ കൺഫർമേഷൻ നോട്ടിഫിക്കേഷൻ വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. എക്സാം ഡേറ്റ് വന്നു, കൺഫർമേഷൻ വന്നു, കാര്യങ്ങൾ വന്നു. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴേക്കും അടുത്തത് എത്തും അല്ലേ, നമ്മുടെ മറ്റേ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കാര്യങ്ങൾ. അത് കഴിയുമ്പോഴേക്കും VFA ബെബ്കോ LD പോലുള്ള, അപ്പോൾ അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ അത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS വലിയ വലിയ എക്സാംസാണ് ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ കളയാനായിട്ട് ഒട്ടും തന്നെ സമയമോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളത് റിയലൈസ് ചെയ്യണം. അത് റിയലൈസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുക. ഒരിക്കലും എപ്പോഴും നമ്മുടെ പുറകെ ഒരാൾ നിന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുഷ് ചെയ്യാനൊന്നും എല്ലാവരും ഉണ്ടായെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ സ്വയം നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങളോട് നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക. നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒരു നീതി കാണിക്കുന്ന രീതിയിലോട്ട് നമ്മൾ സ്വയം വളരുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ് ആവാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ പഠിക്കുക, മാക്സിമം പഠിക്കുക. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, അപ്പോൾ നമുക്ക് നാളെ നമുക്ക് പറയാലോ അല്ലേ, നമ്മൾ PSCയിൽ കുറേ നീ പഠിച്ചില്ലേ, നീ എന്ത് നേടിയെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, നിർത്തിയിട്ട് പോയതാണെങ്കിലും ഞാനൊരു പ്രിലിംസ് ഞാൻ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ജോലി കിട്ടിയില്ലെങ്കിൽ കൂടി ഞാനൊരു ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെങ്കിലും പറയാമല്ലോ നമുക്ക് ആരോടെങ്കിലും. എന്താ അറിയോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ റിയലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യും അല്ലേ, അയ്യോ എന്താണ് ഇന്നിപ്പോൾ, അതായത് ഒരാൾ ജോലി കിട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മൾക്ക് അന്ന് പഠിക്കായിരുന്നു, റിഗ്രറ്റ്, അതായത് പശ്ചാത്താപം അല്ലേ നമുക്ക്, എനിക്ക് എന്തുകൊണ്ട് അന്ന് ചെയ്തുകൂടായിരുന്നു, ഞാൻ ആ ഒരു 4-5 മാസം പഠിച്ചത് ഒരു 4 മാസം കൂടെ ഞാൻ എക്സ്ട്രാ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. ആ ഒരു സംഭവം നമുക്കൊരു റിഗ്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തായാലും നമുക്ക് വരും. അപ്പോൾ എന്താ പറയുക, നമ്മളോട് തന്നെ നീതി കാണിക്കല്ലേ. നാളെ നമുക്ക് ആലോചിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ 100% കൊടുത്തത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാതിരുന്നത്, ഞാൻ അതിൽ ഓക്കെ ആണ് എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരണം. അല്ലാത്ത പക്ഷം നമ്മളോട് തന്നെ ചെയ്യുന്ന ചതിയാണ്. പിന്നെ നമ്മളോട് എന്താ പറയുക, നമ്മുടെ തന്നെ നേരം കളഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നൊരു പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല വൃത്തിയോടും ക്ഷമയോടും, ഇത് സമയം എടുക്കും. നിങ്ങൾ പറയുന്നത് പോലെ ഇത് വന്നു എഴുതി കിട്ടി അങ്ങനെയുള്ള പരിപാടി ഇതിലില്ല. ഇതെന്തായാലും സമയമെടുക്കും. മിനിമം 1.5 years നമ്മളെ കൊണ്ട് ഇത് എത്തിക്കും. കാരണം നോട്ടിഫിക്കേഷൻ വരാൻ ഒരു കുറച്ച് കാലയളവ്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് കുറച്ച് കാലയളവ് അല്ലേ, പ്രിലിംസ് മെയിൻസ് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഒറ്റ എക്സാം ആണെന്നുണ്ടെങ്കിൽ മിനിമം 1 year എന്തായാലും ഇത് എടുക്കും. മിനിമം 1 year എന്തായാലും എടുക്കും. റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും അഡ്വൈസും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് മിനിമം 1 year കാര്യങ്ങൾ എന്തായാലും എടുക്കും. അപ്പോൾ ഇത് നല്ല സമയം വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ച് പാസ്സാവണം എന്നല്ല ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ മാറി വന്ന പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അത് നോക്കുക. ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റും, എന്തായാലും പറ്റും. ഓക്കെ, നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് PSCയുടെ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ പറ്റില്ല എന്നുള്ളൊരു ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, എല്ലാവർക്കും പറ്റും. കൺഫർമേഷൻസ് കൊടുക്കാത്തവർ കൊടുക്കുക, പഠിക്കുക. ഓക്കെ, എല്ലാവരും പഠിച്ചു തുടങ്ങുക കേട്ടോ. കുറേശ്ശെയാണെങ്കിലും പഠിച്ചു തുടങ്ങുക. ഇനി സമയമില്ല, 4-5 മാസം എന്നൊക്കെ പറയണത് പറയുമ്പോഴേക്കും പോകും. അടുത്ത പ്രിലിംസും കാര്യങ്ങളൊക്കെ എത്താറായി. ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ പറയുമ്പോൾ സാലറി സ്കെയിലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നോക്കുക, പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.